എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് തമ്പ് ചെയ്യുമോ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ? ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഒരു വെബിനാർ വളരെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി നിരന്തരം കാണുന്നുണ്ടാവും ഒരു പക്ഷേ മ്യൂച്വൽ ഫണ്ടിന് ടാക്സ് ഒഴിവാക്കി, ഇനി അങ്ങോട്ട് ടാക്സിന്റെ ആവശ്യമില്ല, ദുബായിലുള്ളവർക്ക് 0% ടാക്സ്, അങ്ങനെയുള്ള പല വീഡിയോസും കാണുന്നുണ്ടായിരുന്നു. മാഡത്തിന്റെ ഒന്ന് ചെക്ക് ചെയ്യുമോ മാഡം? ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണ് മാഡം? വെയിറ്റ് ചെയ്യാം. മാഡം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തോ. കേൾക്കുന്നുണ്ടോ മാഡം? മാഡം ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. മാഡം, ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ, നമ്മൾ ഒരു 1 month ആയിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് TDS ഒഴിവാക്കിയിട്ടുണ്ട്, NRIസിന് 0% ടാക്സ്, പ്രത്യേകിച്ച് ദുബായിലുള്ളവർക്ക് ടാക്സ് ആവശ്യമില്ല എന്നുള്ള കുറേ വീഡിയോസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് എൻക്വയറീസ് പ്രത്യേകിച്ച് ക്ലയൻസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഇത് സത്യമാണോ ഫേക്ക് ആണോ എന്നുള്ളത്. പിന്നെ പല വീഡിയോസിലും ജെന്യൂൻ ഇൻഫർമേഷനും അല്ലായിരുന്നു, പലരും ഫോൾസ് ഇൻഫർമേഷനാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും അതിനൊരു ക്ലാരിറ്റി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു വെബിനാറായിട്ട് സംഘടിപ്പിച്ചത്. ഒരു വീഡിയോ ചെയ്താൽ ഒരു പക്ഷേ എല്ലാവർക്കും അത്രത്തോളം അത് മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പം അത് എന്നെക്കാട്ടിൽ ആ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ അറിവുള്ള ഒരാളിനെ കൊണ്ടുവന്ന് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ഈ വെബിനാർ ഇപ്പം നടക്കുന്നത് ഗൂഗിൾ മീറ്റിലാണ്. അപ്പോൾ ഇതിന്റെ പ്രോ വേർഷൻ അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു 1 hourന് ശേഷം മുമ്പ് തന്നെ ചിലപ്പോൾ ഇത് കട്ടാവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ ലിങ്ക് നിങ്ങൾക്ക് ജനറേറ്റ് അയക്കുന്നതായിരിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ലോഗിൻ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ടാക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, നമുക്കിപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ടാക്സ് 12.5% ആണ് നമ്മുടെ പ്രോഫിറ്റിൽ വരുന്നത്. അതായത് നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ NRI ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ ആഫ്റ്റർ 20 year ഒരു 20 yearന് ശേഷമൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, ലോങ് ടൈം എന്ന് പറഞ്ഞത് 1 year ശേഷമുള്ള പീരീഡ് ആണ്. ആ ടൈമിൽ വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 12.5% ആണ്. അതായത് നമ്മളൊരു 1 കോടി രൂപ നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 12.5% എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റിന്റെ ആണ്. അപ്പോൾ ഏകദേശം 12.5 lakhs rupees ആണ് നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ഒരു NRIക്ക് പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് സത്യം അതിന്റെ ഒരു ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളെ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ക്ലാസ് എടുക്കുന്നത് CA ജയറാം K കമ്മത്താണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് CAക്കാരുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും പ്രാപ്തനായ ഒരാളെ കൊണ്ടുവരണം എന്ന നിലയിലാണ് സാറിനെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിലേറെയായിട്ട് ചാർട്ടേഡ് അക്കൗണ്ട് ഫെയിമിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ് മാത്യു 99 കമ്മത്ത്. അത് കൊച്ചിയിലും അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ 21 ഓഫീസിലുള്ള സ്കൈമാപ്പ് ആൻഡ് അലയൻസ് എന്ന ദേശീയ ചാർട്ടേഡ് അക്കൗണ്ട്സ് സഖ്യത്തിന്റെ ഭാഗമാണ് അദ്ദേഹം. അതുപോലെ അദ്ദേഹം ഒരു ഗ്രാജുവേറ്റ് ആണ്. അദ്ദേഹം ലോ കോളേജിൽ നിന്നും ബിരുദം നേടിയ ആളാണ്. CA കൂടാതെ തന്നെ ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റിംഗ്, GST, ബാങ്ക് ഓഡിറ്റുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സുസ്ഥിരത റിപ്പോർട്ടിംഗ് തുടങ്ങിയ പല മേഖലയിലും കോഴ്സ് പൂർത്തീകരിച്ച വ്യക്തിയാണ്. അതിലുപരി അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഏകദേശം 6ഓളം CA പ്രൊഫഷണൽസ് ഉണ്ട്. അതിലെ ഒരു അംഗമാണ് അദ്ദേഹവും. അപ്പൊ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ജയറാം സാറിനെ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First of all, I would like to thank Danesh എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന്. എനിക്ക് ആക്ച്വലി പേഴ്സണലി തന്നെ എനിക്ക് ധനേഷിൻ്റെ ഞാൻ വീഡിയോസ് ഫോളോ ചെയ്യുന്നുണ്ട് കുറച്ച് കാലമായിട്ട്. പ്ലസ് അല്ലാതെ തന്നെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു 1 year ആയി. ബട്ട് അല്ലാതെ തന്നെ എൻ്റെ ഓൾറെഡി എൻ്റെ പോർട്ട്ഫോളിയോ മോസ്റ്റ്ലി മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് ധനേഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊരു ഇന്റഗ്രിറ്റി പ്രോബ്ലം ഇല്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്, ഹീസ് വെരി മച്ച് ലൈക്ക് ഹി കെയർസ് ഫോർ ഹിസ് ക്ലയൻസ്. ഓൾമോസ്റ്റ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. ഹി വാണ്ട്സ് ടു നോ വാട്ട്സ് ദ കറക്റ്റ് ടാക്സ് ക്വസ്റ്റൻ. ഇതൊരു കുറച്ചൊരു കൺഫ്യൂഷനുള്ള ഒരു ഏരിയ ആണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ലോട്ട് ഓഫ് വീഡിയോസ് സർക്കുലേറ്റ് ആവുന്നുണ്ട്. അതിൽ പറയുന്ന പല കാര്യങ്ങളും ഹാഫ് ട്രൂത്താണ്. ആക്ച്വലി ഞാൻ സെഷൻ എടുക്കുമ്പോൾ പറയും കുറേ ഏരിയാസൊക്കെ കറക്റ്റ് അല്ല, അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഹീസ് വെരി മച്ച്
ഹി വാണ്ട്സ് ടു നോ വാട്ട് ഇസ് ദ കറക്റ്റ് തിങ്. അതേപോലെ ഇപ്പോൾ നിങ്ങൾ റിഡീം ചെയ്യാൻ ഇപ്പോൾ സമയമായിട്ടില്ല എന്ന് പറയുന്നു പല ആൾക്കാരുടെയും. സ്റ്റിൽ ഹി വാണ്ട്സ് റിഡീം ചെയ്യുന്ന സമയത്ത് ഹി വാണ്ട്സ് യു ടു ഗെയിൻ വാട്ട് എവർ ടാക്സ് ബെനിഫിറ്റ് ഇസ് ദർ. അപ്പോൾ ഐ എം വെരി എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് സെഷൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോ നമുക്കിതൊരു ക്ലാസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കും. ഏകദേശം 1 hour ക്ലാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതെ, ഒരു ഇന്ററാക്ഷൻ മോഡലിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്ന അതെ 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 സാറേ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ഈ ശരിക്കും NRI ആരാണ് എന്നൊരു ഡെഫിനേഷൻ ആണ് നമുക്ക് ആദ്യം വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്കൊരു ടോപ്പിക്കിൽ. സാറേ, ശരിക്കും ആരാണ് ഈ NRI? അതെ, അപ്പോ NRI എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. അസ്യൂം യു ആർ എ സാലറിഡ് പേഴ്സൺ വർക്കിംഗ് ഇൻ UAE ആൻഡ് റെസിഡന്റ്. അപ്പോൾ നാളെ ഇന്ത്യൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾക്കൊരു നോട്ടീസ് വരുവാണ് ദാറ്റ് യു ഹാവ് ടു പേ യുവർ ടാക്സ് ഓൺ യുവർ UAE സാലറി. നിങ്ങളെങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ജസ്റ്റ് ഒരു നോ നമുക്ക് പറയാൻ പറ്റില്ല. നോ എന്ന് പറഞ്ഞൊരു ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻസിൽ ബേസ് ചെയ്യണം നമ്മുടെ ആൻസർ. അപ്പോൾ ഇഫ് ഐ വാസ് ഇൻ യുവർ ഷൂസ്, എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ വുഡ് ബി, ഫസ്റ്റ് ഞാൻ എൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഐ വിൽ അപ്രീഷിയേറ്റ് വെദർ എൻ്റെ സാലറി ടാക്സബിൾ ആണ് അല്ലയോ ഇന്ത്യയിൽ എന്നുള്ളത്. കാരണം നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഇന്ത്യയിൽ സ്കോപ്പ് ഓഫ് ഇൻകം ഡിസൈഡ് ചെയ്യുന്നത്. സ്കോപ്പ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ബേസിക്കലി വാട്ട് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ യുവർ ഇൻകം. നിങ്ങൾക്ക് പല സ്ട്രീം ഓഫ് ഇൻകം ഉണ്ടാവും. അതിലെന്തൊക്കെ ഇന്ത്യയിൽ ടാക്സ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് സ്കോപ്പ് ഓഫ് ഇൻകം. അപ്പോൾ ഒരു ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഡിസ്കസ് ചെയ്യണം. റെസിഡൻഷ്യൽ ഇൻകത്തിന്റെ സ്കോപ്പ് ഇന്ത്യയിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ് എന്ന് പറയും. പിന്നെ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. ഇതിൽ മിഡിലുള്ള ആൾ, അതായത് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, അയാളെക്കുറിച്ച് ഞാൻ ഈ സെഷനിൽ പറയുന്നില്ല. ബിക്കോസ് 2-3 കാര്യങ്ങൾ. ഇറ്റ് ഈസ് വെരി റെയർ. ഒരാൾ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകുമ്പോൾ വളരെ റെയർ ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് 12 years ആയിട്ട് പ്രാക്ടീസ് ചെയ്തു. ഞാനൊരു റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റിനെ പരിചയപ്പെടുന്നത് 2024 1 year ബാക്ക്. അപ്പോൾ അത്രയും റെയറാണ്. മാത്രമല്ല സ്റ്റാറ്റസ് വളരെ ടെമ്പററി ആണ്. ഇപ്പോൾ പുള്ളിയല്ലേ, ഇപ്പോൾ ഞാൻ പറഞ്ഞ 2024 റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി ഇറ്റ് വിൽ ബിക്കം റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് ദിസ് ഇയർ. 1 yearലേ ഉള്ള ആ സ്റ്റാറ്റസ് നിൽക്കുന്നത്. അപ്പോൾ വളരെ റെയർ ആയതുകൊണ്ട് നമ്മൾ ആ സെക്കൻഡ് ആളിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ഫോർ സിംപ്ലിസിറ്റി സേക്ക്. സോ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. ഓക്കെ, അപ്പോൾ സോറി, ഞാൻ എൻ്റെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. പ്രസന്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ കാണാമല്ലോ എന്റെ സ്ലൈഡ് അല്ലേ? കാണാം സാർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ് 2 കാറ്റഗറി പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി ഒരാൾ ഇന്ത്യയിൽ റെസിഡന്റ് ആവുന്നത് 182 days ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുമ്പോഴാണ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഈസ് ഇൻ ഇന്ത്യ ഫോർ 182 days ഓർ മോർ ഡ്യൂറിംഗ് ദി ഇയർ. പക്ഷെ അതായത് ഇതിൽ ഇതർ ഓഫ് ദ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് റെസിഡന്റ്. രണ്ടാമത്തെ കണ്ടീഷൻ കണ്ടീഷനാണ് ഈസ് ഇൻ ഇന്ത്യ ഫോർ 60 days ഓർ മോർ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ. പ്ലസ് അതിന് മുന്നേ ഉള്ള 4 years നോക്കണം എത്ര ഡേയ്സ് പുള്ളി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത് 365 days കൂടുതലാണെങ്കിലും അയാൾ നോൺ റെസിഡന്റ് ആവും. പക്ഷെ നിങ്ങൾ നോർമലി കേട്ട് കാണും, ഇപ്പോൾ 182 days നോക്കിയാൽ മതി എന്ന് കേട്ട് കാണും. അത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 കാറ്റഗറി ആൾക്കാർക്ക്, അതായത് ഇന്ത്യൻ സിറ്റിസൺസ് ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഈ 2 കാറ്റഗറി. ഈ 2 വേർഡ്സും വളരെ കെയർഫുൾ ആയിട്ട് നോട്ട് ചെയ്യണം. ഇന്ത്യൻ സിറ്റിസൺസ് ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യയിലേക്ക് വിസിറ്റിൽ വരുവാണെങ്കിൽ അവർക്ക് ഈ 60 days, സെക്കൻഡ് ഓപ്ഷനിൽ ഈ 60 days പറയുന്നില്ലേ സെക്കൻഡ് കണ്ടീഷനിൽ, ആ 60 വിൽ ബി റീപ്ലേസ്ഡ് ബൈ 182. ഇൻ എഫക്റ്റ് അപ്പോൾ 2 കണ്ടീഷനും 182 തന്നെയാണ്. അപ്പോൾ 182 കടക്കുമ്പോഴാണ് അയാൾ റെസിഡന്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ യു ഹാവ് ടു ബി കെയർഫുൾ. ഇതിൽ കുറച്ച് ക്യാച്ചസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വൺ ഓഫ് ദ ക്യാച്ചസ്
ഇത് കണ്ടോ, ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഈ ഓക്കെ. 2 പേർക്ക് മാത്രമാണ് ഇത് റിലാക്സേഷൻ ഉള്ളത്. അപ്പോൾ ഈ ഇന്ത്യൻ സിറ്റിസൺ എന്ന് വെച്ചാൽ അറിയാം, സിറ്റിസൺഷിപ്പ് ഇന്ത്യയിലുള്ള ആള്. അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് വെച്ചാൽ നമ്മൾ ആക്ടിന്റെ ഡെഫിനിഷൻ എടുക്കണം. ആക്ട് പറയുന്നത് ഒരാൾ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആവുന്നത് ഇഫ് ഹി ഓർ ഹിസ് പാരൻസ് ഓർ എനി ഓഫ് ഹിസ് ഗ്രാൻഡ് പാരൻസ് വെർ ബോൺ ഇൻ അൺഡിവൈഡഡ് ഇന്ത്യ. അതായത് ചുരുക്കത്തിൽ ബ്രിട്ടീഷുകാർ ഇവിടെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 1947 മുമ്പ് ഞാനോ എൻ്റെ പാരൻസോ എൻ്റെ ഗ്രാൻഡ് പാരൻസോ ആരെങ്കിലും ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അപ്പോൾ ഇപ്പം നമുക്കറിയാം ജെൻ സി, പിന്നെ എന്താണ് ജെൻ എൽ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജെൻ ബി ടി ആയി. 2025 മുതൽ ജനിക്കുന്ന ആൾക്കാർ ജെൻ ബി ടി ആണ്. അപ്പോൾ അവരുടെയൊക്കെ കേസിൽ മേ ബി ഗ്രാൻഡ് പാരൻസ് ആരും. ഇപ്പോൾ എൻ്റെ കേസിൽ എൻ്റെ മൈ സൺ വാസ് ബോൺ ഇൻ 2024 ആയി. അപ്പോൾ ഞാൻ മൈ സണ്ണോ അത് ഞാനോ എൻ്റെ പാരൻസോ എനി ഓഫ് ഹിസ് ഗ്രാൻഡ് പാരൻസ് ആർ നോട്ട് ബോൺ ബിഫോർ 1947. അപ്പോൾ അവരാരും പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഹീസ് നോട്ട് എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ശ്രദ്ധിക്കാം. അതായത് ഇനി ന്യൂ ജനറേഷൻ ആൾക്കാരൊക്കെ മൊത്തത്തിൽ ശ്രദ്ധിക്കാം. ഈ 60 days 182 ആവില്ല അവരുടെ കേസിൽ. അവർ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ മാത്രമേ ആവുള്ളൂ. സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വരില്ല. സാറേ അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞ സാറേ, ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ 182 days ഒരു വർഷം ഉണ്ടെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ അദ്ദേഹം അറിയാലോ. പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആൾക്കാർ അതിന് പറ്റില്ല. നമുക്ക് അങ്ങനെ ബൈ ഡിഫോൾട്ട് വിചാരിക്കാൻ പറ്റില്ല. നമ്മൾ 182 days നോക്കിയാൽ മതി. അപ്പൊ അതൊരു കാര്യം. അതേപോലെ 120 days കൂടുതൽ സ്റ്റേ ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഒരു പ്രൊവിഷൻ പോലെ വന്നിട്ടുണ്ട്. 15 lakhs കൂടുതൽ ഇൻകം ഉള്ള ആൾക്കാർ 120 days കൂടുതൽ സ്റ്റേ ചെയ്യണമെങ്കിൽ, ഐ മീൻ 15 lakhs കൂടുതൽ ഇൻകം ഉള്ള ആൾക്കാർക്ക് ഈ 60 days become 120 days, നോട്ട് 182. അപ്പൊ അതും സൂക്ഷിക്കണം. 4 മാസത്തിൽ കൂടുതൽ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിലും അതേപോലെ ഈ ജെൻ ആൽഫ, ജെൻ ബീറ്റയിലൊക്കെ ജനിക്കുന്ന ആൾക്കാരൊക്കെ സൂക്ഷിക്കുക. അവർക്കൊക്കെ ചിലപ്പോൾ 182 അവൈലബിൾ ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ പലർക്കും അറിയാൻ പറ്റിയൊരു കാര്യമാണിത്. അതെ അതെ അതെ. ഇത് പണ്ട് മുതലേ ഞാൻ ആലോചിക്കുന്ന, ആക്ട് പഠിക്കുന്ന സമയം മുതൽ ആലോചിക്കുന്നത്, ഇപ്പൊ പ്രാക്ടിക്കലായി വരുന്നു പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. പിന്നെ നമ്മുടെ അപ്പൊ അതാണ് ബേസിക്കലി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാനുള്ള ക്രൈറ്റീരിയ. 182 days കൂടുതൽ ലാസ്റ്റ് ഇയറിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആസ് ഫാർ ആസ് ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആർ കൺസേൺ, അവർ 182 days കൂടുതൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ റെസിഡന്റ് ആവുള്ളൂ ഇന്ത്യയിൽ. അപ്പൊ ഞാൻ പറഞ്ഞ സ്കോപ്പ് ഓഫ് ഇൻകം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ UAE സാലറി ടാക്സ് ചെയ്യുന്ന കാര്യം, അതിന്റെ ആൻസർ എന്ന് വെച്ചാൽ ഒരാൾ റെസിഡന്റ് ആണെങ്കിൽ, ഇന്ത്യയിൽ ഒരാൾ റെസിഡന്റ് ആണ്, ഈ ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ഒരാൾ റെസിഡന്റ് ആണെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഗ്ലോബൽ ഇൻകം ടാക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് വന്നാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ റെസിഡന്റ് ആണോ അല്ലയോ എന്ന് ആദ്യം ഡിസൈഡ് ചെയ്യും. റെസിഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ UAE സാലറി എന്നല്ല, ഗ്ലോബൽ ലെവലിൽ വേൾഡ് ലെവലിൽ ഇൻകം ആണെങ്കിലും ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. ഓക്കെ. ആൻഡ് ഇഫ് യു ആർ എ നോൺ റെസിഡന്റ്, ഒരാൾ നോൺ റെസിഡന്റ് ആണ് ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ 2 സ്ട്രീം ഓഫ് ഇൻകം മാത്രമാണ് ടാക്സബിൾ ആവുന്നത് ഇൻ ഇന്ത്യ. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ അക്രൂഡ് ഇൻ ഇന്ത്യ. ഈ 2 വേർഡ്സും ഒന്ന് ശ്രദ്ധിക്കണം. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ അക്രൂഡ് ഇൻ ഇന്ത്യ. റിസീവ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു ഇത് നമുക്കൊരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അക്രൂഡ് എന്ന് പറയുമ്പോൾ സോയിങ് ഓർ ഗ്രോയിങ് ഓഫ് ദ ക്രോപ്പ് എന്ന് പറയാം. റിസീവ്ഡ് എന്ന് വെച്ചാൽ ഹാർവെസ്റ്റിംഗ്. അപ്പോൾ അക്രൂഡ് ഇൻ ഇന്ത്യ എന്ന് വെച്ചാൽ എന്താ? അതിന്റെ ഇന്ത്യയിൽ ഒരു കണക്ഷൻ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ദാറ്റ് ക്യാപിറ്റൽ അസറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ദാറ്റ് അക്രൂസ് ഇൻ ഇന്ത്യ. അത് ആ ഡെഫിനിഷനിലും പറയുന്നുണ്ട്. നമ്മുടെ അക്രൂവലിന്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട് സെക്ഷൻ 9. അവിടെയും പറയുന്നുണ്ട് ഇനി ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, അതിൽ നിന്നുള്ള ക്യാപിറ്റൽ ഗെയിൻസ് അക്രൂഡ് ഇൻ ഇന്ത്യ ആണെന്ന് പറയുന്നുണ്ട്. റിസീവ്ഡ് എന്ന് വെച്ചാൽ സിമ്പിൾ, നമ്മൾ ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നു, ഇന്ത്യൻ ബാങ്ക്സിൽ ഒരു എമൗണ്ട് റിസീവ് ചെയ്യുന്നു. നിങ്ങളിപ്പോൾ UAE സാലറി ഇവിടെ ഇന്ത്യയിലെ നോർമൽ NRO അക്കൗണ്ട് റിസീവ് ചെയ്താലും പ്രശ്നമാണ്. റിസീവ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് അക്രൂഡ് ഇൻ ഇന്ത്യ ടാക്സബിൾ ആയിരിക്കും. ഓക്കെ സർ, അടുത്ത സ്റ്റാറ്റസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ സർ, അടുത്ത ചോദ്യത്തിലോട്ട് പോകട്ടെ. ഈ 2 ടെസ്റ്റ് ബേസിക്കലി അപ്ലൈ ചെയ്യാം. ഓക്കെ സർ, എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ NRI എന്ന് പറയുന്നത് നാട്ടില്
നമ്മൾ 182 ഡേയ്സിന് മുകളിൽ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ NRI ആകുന്നു. പിന്നെ സാറ് പറഞ്ഞ കുറെ എക്സെപ്ഷൻസ് ഉണ്ട് അതിൽ. അത് നമ്മൾ ജനിച്ച വർഷവുമായിട്ടും അതേപോലെ നമ്മുടെ ഇൻകോ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണല്ലോ സാർ അതിൻ്റെ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഡെഫിനിഷൻ അല്ലേ? യെസ്. ഓക്കെ സാർ, രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ പല NRIസും, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ 182 ഡേയ്സിന് മുകളിൽ NRI സ്റ്റാറ്റസിൽ നിൽക്കുന്ന പല ആളുകൾക്കും നാട്ടിൽ സേവിങ് അക്കൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് NRI അക്കൗണ്ടും NRO അക്കൗണ്ടും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ശരിക്കും NRIക്ക് ഈ സേവിങ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? അവരെന്താണ് ശരിക്കും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഇല്ല, ഇപ്പൊ നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് ആണെങ്കിൽ നോർമലി നമുക്കൊരു റെസിഡൻസ് സേവിങ് അക്കൗണ്ട് ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ഉള്ള സമയത്ത് നമുക്ക് റെസിഡൻസ് സേവിങ് അക്കൗണ്ട് ഉണ്ട്. ആസ് സൂൺ ആസ് യു ബിക്കം എ നോൺ റെസിഡന്റ്, നിങ്ങളുടെ അക്കൗണ്ട് NRO ആയിട്ട് കൺവേർട്ട് ചെയ്യാം. NRI ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ നോർമൽ അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു സ്റ്റാർട്ട് NRI ആൻഡ് NRO അക്കൗണ്ട് ആസ് സൂൺ ആസ് യു ബിക്കം എ നോൺ റെസിഡന്റ്. ഈ NRO ആൻഡ് NRI തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ NRO ബേസിക്കലി രണ്ടും നോൺ റെസിഡൻസിന് വേണ്ടി തന്നെ ഉള്ളതാണ്. ബട്ട് രണ്ടിനും രണ്ട് പർപ്പസാണ്. NRO അക്കൗണ്ട് ബേസിക്കലി നിങ്ങളുടെ ഇന്ത്യൻ ഇൻകം, നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ റെന്റോ ഡിവിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും പെൻഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർപ്പസാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് എൻ ഇന്ത്യൻ അക്കൗണ്ട്. അതിൽ കിട്ടുന്ന പൈസയൊക്കെ ഇന്ത്യയിൽ ടാക്സബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് റീപാട്രിയേറ്റ് ചെയ്യാനും ഫണ്ട് പുറത്തേക്ക് കൊണ്ടുപോകാനും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിൽ. NRI ഓൺ ദ അതർ ഹാൻഡ്, NRI എന്ന് വെച്ചാൽ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ. ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് ഈസ് ഇന്റൻഡഡ് ടു റിസീവ് യുവർ ഫോറിൻ ഏർണിങ്സ്. ഫോറിൻ നിന്നുള്ള ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അതിന് ഫ്രീലി റീപാട്രിയബിൾ ആണ് നമുക്ക് ഫണ്ട്. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് ഒന്നും ടാക്സബിൾ അല്ല, അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ റെസിഡന്റ് നോൺ റെസിഡന്റ് പറഞ്ഞില്ല ആദ്യത്തെ ഈ സ്ലൈഡിന്റെ റെസിഡന്റ് നോൺ റെസിഡന്റ് പറഞ്ഞില്ലേ, ഇതല്ല ഇവിടെ നോക്കേണ്ടത്. ഇത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഡെഫിനിഷൻ. നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് റിലേറ്റഡ് കാര്യങ്ങൾക്ക് നോക്കേണ്ടത് ഫാമയാണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. അതിന്റെ ഡെഫിനിഷൻ ഈ 182 ഡേയ്സിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. 182 ഡേയ്സിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കുന്ന ആള് റെസിഡന്റ് ആണ് എന്ന് അവിടെയും പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഇൻ അഡീഷൻ ടു ദാറ്റ് ഫാമ പറയുന്നത് ഇഫ് യു ആർ ലിവിങ് ഇൻ ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് എംപ്ലോയ്മെന്റ് എൽസ്വിയർ, നിങ്ങൾ ഈ UAE മാറും, അവിടെ എംപ്ലോയ്മെന്റിന് അല്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ് നടത്താൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസ് യു ആർ ലിവിങ് ഇന്ത്യ ആൻഡ് ഗോയിങ് ടു സം ഫോറിൻ കൺട്രി ഇൻ സിറ്റുവേഷൻ വേർ യുവർ സ്റ്റേ ദർ ഇസ് അൺസർട്ടൺ. നിങ്ങൾ എത്ര കാലം ആ ഫോറിൻ കൺട്രിയിൽ ഉണ്ടാവും എന്നുള്ള അൺസർട്ടൺ ആണ്. അങ്ങനെ ഒരു സിനാരിയോ ആണെങ്കിൽ യുവർ നോൺ റെസിഡന്റ് എന്നുള്ളതാണ് ഫാമിലിയിൽ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് ഇത് പറയണമെങ്കിൽ ഒരാളുടെ വൈഫായിട്ട് കൂടെ ഫോറിനിലേക്ക് പോകാം, അവർ അൺഎംപ്ലോയിഡ് ആണ്, ബട്ട് ഹർ ഇന്റൻഷൻ ഇസ് ടു സ്റ്റേ ഇൻ ഫോറിൻ കൺട്രി ഫോർ അൺസർട്ടൺ. അങ്ങനെയാണെങ്കിൽ അവരും കർമ്മ അനുസരിച്ച് നോൺ റെസിഡന്റ് ആണ്, അവരും ഇമ്മീഡിയറ്റ്ലി അവരുടെ അക്കൗണ്ട് NRO അല്ലെങ്കിൽ NRIയിലേക്ക് മാറ്റേണ്ടതാണ്. പക്ഷെ ജനറലി ഇതൊരു മിസ്കൺസെപ്ഷൻ ആണ്. ആൾക്കാർ 182 ഡേയ്സ് കഴിഞ്ഞാൽ നോക്കിയാൽ മതി എന്ന് പറയുന്നത്. അല്ല സാർ, പലർക്കും ഇപ്പോൾ സേവിങ് അക്കൗണ്ട്, എനിക്ക് പരിചയമുള്ള പല ആളുകൾക്ക് നാട്ടിൽ സേവിങ് അക്കൗണ്ട് ഉണ്ട് NRI സ്റ്റാറ്റസ് നിൽക്കുമ്പോൾ തന്നെ. അത് എത്രയും പെട്ടെന്ന് മാറ്റണം. അല്ലെങ്കിൽ പിന്നെ അതിലൊരു ഗുഡ് ന്യൂസ് ഉള്ളത്, ഇത് എൻഫോഴ്സ് ചെയ്യുന്നത് അവർ സ്ട്രിക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ബാങ്ക് RBI ഒന്നും ഇതിന് വയലേഷൻ ഉണ്ട് ശരിക്കും. ഞാൻ പറയാം, 2 lakh rupees ഓർ 3 times the contravention involved. ഇത് FEMA contravention ആണ്. 2 lakh rupees or 3 times the contravention involved, whichever is higher ആണ് ഇതിന് പെനാൽറ്റി പറയുന്നത്. പക്ഷെ പ്രാക്ടിക്കലി അവരൊന്നും അത് ഇമ്പോസ് ചെയ്യുന്നില്ല. ബട്ട് മേ ബി അറിയില്ല, നമുക്ക് പണി വരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പണി വരാം അവരാച്ച. സാർ, ഞാൻ ഇടയ്ക്കൊരു വീഡിയോയിൽ കണ്ടു, ഒരു CR ചെയ്യുന്ന ആളുടെ വീഡിയോ ആണ്. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ നമ്മുടെ സേവിങ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് എത്രയാണോ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ളത് ഇതുവരെ, അത്രയും രൂപ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും എന്നൊരു ന്യൂസ് കണ്ടോ? അതിലെന്തെങ്കിലും വസ്തുത ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞു, 3 times the contravention involved or 2 lakhs whichever is higher. പക്ഷെ പ്രാക്ടിക്കലി എനിക്ക് ആരെയും പരിചയമില്ല ഇത് ഇമ്പോസ് ചെയ്തേക്കുന്ന ആൾക്കാരെ. എനിക്കും ഇതേപോലെ കുറെ പേര് അറിയാം, റീറ്റെയിൽഡ് റെസിഡന്റ് ഒക്കെ.
ബട്ട് അത് ഫെമ വയലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാൻ പറ്റില്ല. സാറേ വേറെ കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ നമുക്ക് നാളെ ഒരു NRIയുടെ ഒരു അഡ്വാൻറ്റേജ് ടാക്സ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഈ സേവിങ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ആ സമയത്ത് അത് കിട്ടാൻ ചാൻസ് ഉണ്ടോ? അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് നോർമൽ അക്കൗണ്ട് ത്രൂ ആണ്? അല്ലല്ല, NRI അക്കൗണ്ട് ത്രൂ ആണെന്ന് കരുതിക്കോ. NRI അക്കൗണ്ട് ത്രൂ മ്യൂച്വൽ ഫണ്ട് പോലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ ശരിക്കും NRI ആയിട്ടുള്ള ആൾ. അത് തമ്മിലൊരു കോറിലേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒന്ന് ഫെമ വയലേഷനും ഒന്ന് ഇൻകം ടാക്സ് റിലേറ്റഡ് കാര്യമല്ല. നമ്മൾ എടുക്കുന്ന ടാക്സ് ബെനിഫിറ്റ് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചല്ലേ, മറ്റേത് ഫെമ വയലേഷൻ ആണ്. ഓക്കെ സാറേ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സാറിന് കാണാൻ പറ്റുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ റീഡ് ചെയ്യാം, സാറിന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കിയോ. റീഡ് ചെയ്യാം. ഓക്കെ. ചോദിച്ചിരിക്കുന്ന അശോക് വാസു എന്നൊരു നമ്മുടെ ഒരു ഇൻവെസ്റ്റർ ആണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ഇഫ് ആൻ ഇൻഡിവിജ്വൽ ബീയിങ് ഇൻ UAE ഫോർ ക്വൈറ്റ് ലോങ് ഇയേഴ്സ് ആൻഡ് ഡ്യൂ ടു സം ജോബ് ക്രൈസിസ് he staying in India for 7 or 8 months and after that he became to UAE, in that case the NRI status will be changed or not? യുകെയിൽ 7 or 8 years വർക്ക് ചെയ്തു. അദ്ദേഹം UAE വർക്ക് ചെയ്തു, ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രൈസിസ് കാരണം അദ്ദേഹം 7-8 മാസം നാട്ടിൽ വന്നു നിന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് NRI സ്റ്റാറ്റസ് ചേഞ്ച് ആവുമല്ലോ? പുള്ളി ഇന്ത്യയിൽ വന്ന് താമസിക്കുമ്പോൾ സ്റ്റാറ്റസ് ചേഞ്ച് ആവുമോ ഇല്ലയോ? 7-8 മാസത്തിൽ കൂടുതൽ നാട്ടിൽ നിന്നാൽ ഇവരുടെ ഇന്റൻഷൻ അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. വാട്ട് വാസ് ഇറ്റ് ഹിസ് ഇന്റൻഷൻ? ഫെമ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ പ്രൊവിഷൻ നോക്കുമ്പോഴത്തേക്കും വാട്ട് വാസ് ദ ഇന്റൻഷൻ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. 182 ഡേയ്സ് അവിടെ പറയുന്നുണ്ടെങ്കിൽ മോർ ഓർ ലെസ് ഇറ്റ്സ് മോർ വെയിറ്റ് ഓൺ ദ ഇന്റൻഷൻ ഓഫ് ദ പേഴ്സൺ. പുള്ളി ഇവിടെ സെറ്റിൽ ചെയ്യാൻ ഇന്റന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റെസിഡന്റ് ആവാം 182 ഡേയ്സ് കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ സാർ, അടുത്തത് നമ്മൾ നാട്ടിലുള്ള റെസിഡന്റ് എന്തായാലും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അതിപ്പോ 4 lakhs മുകളിലാണെങ്കിൽ ഫയൽ ചെയ്യണം, അങ്ങനെയാണല്ലോ സാർ അല്ലേ? അതെ അതെ, അത് നാട്ടിലുള്ള റെസിഡന്റ് അല്ല. ചോദിച്ചോളൂ. ഞാൻ ഓക്കെ. നമ്മുടെ ധാരണ എങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ ചോദിച്ചത്. അപ്പൊ ശരിക്കും NRI ആയിട്ടുള്ള വ്യക്തി ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എത്ര വാർഷിക വരുമാനത്തിന് മുകളിലുണ്ടെങ്കിലാണ് അത് ചെയ്യേണ്ടത്? ഞാൻ സ്ലൈഡ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 129 ആണ്. അതിനകത്ത് റെസിഡന്റ് എന്നോ നോൺ റെസിഡന്റ് എന്നോ പറയുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ സെഷൻ 2 ആയിട്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കമ്പൽസറിലി നമ്മൾ ആക്ട് അനുസരിച്ച് ഫയൽ ചെയ്യേണ്ടത് കേസസ്. സെക്കൻഡ് കുറേ കേസസ്, ഇത് പാർട്ട് ബി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കേസാണ്. ചില കേസിൽ നമ്മൾ ITR ഫയൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരാണ്. അങ്ങനത്തെ കുറച്ച് കേസസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ആരൊക്കെ ITR ഫയൽ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ 2 കാറ്റഗറി ആയിട്ട് പറയും. ഫസ്റ്റ് കാറ്റഗറി were required under the act to file the return. സെക്കൻഡ് കാറ്റഗറി ആക്ട് ഒന്നും പറയുന്നില്ല റിട്ടേൺ ഫയൽ ചെയ്യണം, ബട്ട് നമ്മൾ ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറേ നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പോൾ ലെറ്റ് us go one by one. ഫസ്റ്റ് കേസ് കമ്പൽസറിലി ആസ് പെർ ആക്ട്. അപ്പോൾ ഫസ്റ്റ് ആക്ട് ബേസിക്കലി പറയുന്നത് പ്രൈമറിലി പറയുന്നത് നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ്, അതായത് നമ്മുടെ സ്ലാബ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ. ഇപ്പോൾ ന്യൂ റെജിമാണ് ഇപ്പോൾ ഡിഫോൾട്ട് 115 BSc ആണ് ഇപ്പോൾ ഡിഫോൾട്ട് റെജിം ഈ ഇയർ മുതൽ. ഐ മീൻ ലാസ്റ്റ് 2 years ആയിട്ട് ഡിഫോൾട്ട് റെജിം അതാണ്. അപ്പോൾ അതിലിപ്പോൾ 4 lakhs ആക്കിയിട്ടുണ്ട് ഈ ബഡ്ജറ്റ്. 2025 ബഡ്ജറ്റ് 4 lakhs ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ 25-26 മുതൽ 4 lakhs കൂടുതൽ ഇൻകം ഉള്ള ആൾക്കാർ മസ്റ്റായിട്ട് ITR ഫയൽ ചെയ്യണം ആക്ട് അനുസരിച്ച്. അതല്ലാതെ ആക്ട് കുറച്ച് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് പറയുന്നുണ്ട്. ഞാനത് റീഡ് ഔട്ട് ചെയ്യാം. അതായത് നിങ്ങളുടെ എക്സ്പെൻസസ് ബേസിക്കലി ഞാൻ പറയാം, ഇഫ് യുവർ ഇലക്ട്രിസിറ്റി ബിൽ ഇസ് മോർ ദാൻ 1 lakhs നിങ്ങൾ ITR ഫയൽ ചെയ്യണം. അപ്പോൾ അത് ഞാൻ റീസെന്റ് ആണ് അറിഞ്ഞത്. എൻ്റെ വീട്ടിൽ ഇപ്പോൾ 10,000 പ്ലസ് വരുന്നുണ്ട്. പിന്നെ മേ ബി ഐ എം വെരി ക്ലോസ് ടു ദാറ്റ്. ഞാൻ അതിൽ ITR ഫയൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ 2 lakhs കൂടുതൽ ഫോറിൻ ട്രാവലിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ITR ഫയൽ ചെയ്യണം. അപ്പോൾ ഫോറിൻ ട്രാവൽ എന്ന് പറയുമ്പോഴത്തേക്കും TCS ഇപ്പോൾ പിടിക്കുന്നുണ്ട്, അറിയാലോ. ഇന്ത്യയിൽ ഇപ്പോൾ ഫോറിൻ ട്രാവലിന് പോകുമ്പോൾ ടാക്സ് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റെക്കോർഡ് അവരുടെ ഉണ്ട് അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ. പിന്നെ നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ അല്ലെങ്കിൽ SB അക്കൗണ്ടിൽ
1 crore അല്ലെങ്കിൽ 50 lakhs കൂടുതൽ ഡെപ്പോസിറ്റ്സ് വരുന്ന ആൾക്കാർ ITR ഫയൽ ചെയ്യണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ TDS ഓർ TCS. നമ്മുടെ TDS അല്ലെങ്കിൽ TCS 25,000 കൂടുതൽ വരുന്നുണ്ട് ഒരു ഇയറിൽ. അതായത് നമ്മുടെ 26 years എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട് ഇൻകം ടാക്സിന്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 25,000 കൂടുതൽ TDS അല്ലെങ്കിൽ TCS വന്നിട്ടുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് ഫൈൽ ചെയ്യും. ഇത് പല NRIസിനും അറിയില്ല. കാരണം യു ഹാവ് 1 lakh ബാങ്ക് ഇൻട്രസ്റ്റ്, അതിൽ 30% നിങ്ങളുടെ ബാങ്ക് TDS പിടിക്കണ്ടേ. അപ്പോൾ 25,000 കൂടുതലായി. അപ്പോൾ നിങ്ങൾ വേറെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് ഫയൽ ചെയ്യണമെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് യു ഹാവ് ടു ഫയൽ. അപ്പോൾ അതാണ് ഒരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ. പിന്നെ ടേൺ ഓവറിന്റെ ലിമിറ്റ് പറയുന്നത് 60 lakhs ഫോർ ബിസിനസ് ആൻഡ് 10 lakhs ഫോർ പ്രൊഫഷൻ. അപ്പോൾ ഇൻ അഡീഷൻ ടു ഈ 4 lakh ബേസിക് എക്സംഷൻ ലിമിറ്റ്, ഈ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഞാൻ 5-6 കേസസ് പറഞ്ഞു, ഇവരൊക്കെ ITR ഫയൽ ചെയ്യും. അതല്ലാതെ തേർഡ് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഫോറിൻ അസറ്റ്സോ അല്ലെങ്കിൽ ഫോറിൻ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ്, അതായത് ബാങ്കിലെ സൈനിങ് അതോറിറ്റി, അതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റെസിഡൻസ് ഫയൽ ചെയ്യണം ITR. പിന്നെ സെക്കൻഡ് കാറ്റഗറി ഞാൻ പറഞ്ഞില്ലേ, ഈ പാർട്ട് ക്ലിയർ അല്ല. നമ്മുടെ ആസ് പെർ ആക്ട് ഫയൽ ചെയ്യേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് അല്ല ഞാൻ ബ്രോഡ് കാറ്റഗറി പറഞ്ഞു. പിന്നെ സെക്കൻഡ് പാർട്ട്, നമ്മുടെ കുറേ കേസസിൽ നമ്മൾ ITR ഫയൽ ചെയ്തില്ലെങ്കിൽ ലൂസിങ് ലോട്ട് ഓഫ് തിങ്സ്. ഞാനൊരു 9 കേസസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്. ഒന്ന് നമുക്ക് TDS ഉണ്ട്, റീഫണ്ട് കിട്ടാമായിരുന്നു. നമ്മൾ ITR ഫയൽ ചെയ്യാത്തതുകൊണ്ട് വിട്ടുപോയി, TDS നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ സെക്കൻഡ്, നമ്മുടെ ITR ഫയൽ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഒരു ലീഗൽ റെക്കോർഡായി ഇൻകത്തിൻ്റെ. നാളെ ഒരു ക്വറി വരുമ്പോഴത്തേക്ക് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ITR ഒരു ഇൻകം ഉണ്ടെങ്കിൽ അത്രയും ഇൻകം ഉണ്ടെന്നുള്ള റെക്കോർഡായി. മൂന്നാമത്തെ ഒരു സിനാരിയോ, ചില കേസസിൽ വിസ ഇമിഗ്രേഷൻ പർപ്പസിനൊക്കെ ITR കോപ്പി ചെയ്തു. പിന്നെ ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഷെയർ ട്രേഡിങ് ചെയ്യുന്ന ഒരാളാണ്, നമുക്ക് ഷെയർ ട്രേഡിങ്ങിൽ ഒരു ഇയറിൽ ലോസ് വന്നു. ആ ലോസ് ക്യാരി ഫോർവേഡ്, നമുക്ക് ആ ഇയറിൻ്റെ ലോസ് നെക്സ്റ്റ് ഇയറിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു ഇയറിൽ ഒരു 10 lakh ലോസ് വന്നു. ഇയറൊപ്പം ഞാൻ ടാക്സ് ഒന്നും അടയ്ക്കണ്ട. ബട്ട് നെക്സ്റ്റ് ഇയർ എനിക്കൊരു 30 lakhs ആണ് പ്രോഫിറ്റ് എന്ന് വിചാരിച്ചത്. ഈ 10 lakh എനിക്ക് ഇയറിൽ വന്ന ലോസ് നെക്സ്റ്റ് ഇയറിലെ 30 lakhs കുറയ്ക്കാം. എന്നിട്ട് ബാലൻസ് വരുന്ന 20 lakhs ഞാൻ ടാക്സ് അടച്ചാൽ മതി. ബട്ട് ദാറ്റ് ബെനിഫിറ്റ് ഇസ് അവൈലബിൾ ഓൺലി ഇഫ് യു ഫൈൻഡ് ദ ITR ഫോർ ദ ഇയർ ഇൻ വിച്ച് യു ഇൻകേർഡ് ദ ലോസ്. അപ്പോൾ ആ ഒരു ലോസ് സംഭവിക്കാം. പിന്നെ നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു ട്രാക്ക് കിടക്കും ITR ഫയൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്വറി വന്നു, നമ്മളിപ്പോൾ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഒരു റിമൂവബിൾ പ്രോപ്പർട്ടി വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ പാൻ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ട്രാക്ക് ഡിപ്പാർട്ട്മെന്റ് കയ്യിലുണ്ട്. ബട്ട് ദേ ഡോണ്ട് നോ വെദർ യു ആർ റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്. അപ്പോൾ നമ്മളൊരു ITR ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ കാണുമ്പോൾ ഞാൻ പ്രോപ്പർട്ടി വാങ്ങിച്ചു എന്ന് കണ്ട് ഞാൻ നോൺ റെസിഡന്റ് ആണെന്നും കണ്ടു. അപ്പോൾ മേ ബി ഒരു സ്ക്രൂട്ടിനി ട്രിഗർ ആവില്ല അവിടെ. ബട്ട് ഞാൻ ITR ഫയൽ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അവർക്കറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം they can see only one thing, that I have bought a big property. They don't know whether I am resident or non resident. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമ്മുടെ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു ട്രാക്ക് എടുക്കുന്നതിന് നല്ലതാണ് ഇൻകം ടാക്സിൽ ITR ഫയൽ ചെയ്യുന്നത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാമല്ലോ, ലോൺസോ ക്രെഡിറ്റ് കാർഡ്സോ എടുക്കണമെങ്കിൽ ITR ആണ്. പിന്നെ സിമിലർലി കുറേ ഡബിൾ ടാക്സേഷൻ ട്രീറ്റീസിൽ അതിൻ്റെ ബെനിഫിറ്റ് TRC ഒക്കെ എടുക്കണമെങ്കിൽ, ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ITR കോപ്പി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കേസസ് ഫ്രം മൈ എക്സ്പീരിയൻസ് വിച്ച് ഐ വുഡ് റെക്കമെൻഡ്. ഈവൻ ഇഫ് യു ആർ നോട്ട് ലേബിൾ ടു ഫൈൽ ദ ITR, നിങ്ങൾ ഫയൽ ചെയ്തില്ലെങ്കിൽ യു വിൽ ബി ലൂസിങ് ലോട്ട് ഓഫ് തിങ്സ്. സാർ ആദ്യം പറഞ്ഞ പോയിന്റ് 4 lakhs നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ് 4 lakhs ആണല്ലോ മിനിമം സ്ലാബ് റേറ്റ്. അതെ, അത് റെസിഡന്റ് ഇന്ത്യന്റെ കാര്യമാണല്ലോ. അപ്പോൾ നോൺ റെസിഡന്റിന് ശരിക്കും ഇന്ത്യയിൽ നിന്ന് വരുമാനം ഇല്ലെങ്കിൽ ഇത് ബാധകമല്ലല്ലോ. കൂടെ പറയോ, നോൺ റെസിഡന്റിന് ഇന്ത്യയിൽ നിന്ന് വരുമാനം ഇല്ലെങ്കിൽ? അല്ല സാർ, അവരുടെ വരുമാനം വരുന്നത് എന്തായാലും ഓഫ് കോഴ്സ് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള വരുമാനമാണ്. കൂടുതലാണോന്നുള്ളതല്ലേ നമ്മൾ നോക്കുന്നത്. എങ്ങനെ ഇന്ത്യയിലെ ഇൻകം 4 lakhs കൂടുതലാണോ എന്നല്ലേ നമ്മൾ നോക്കുന്നത്. അതെന്ന് ചോദിച്ചാൽ അപ്പൊ NRI സംബന്ധിച്ച് അവരുടെ ഇൻകം കംപ്ലീറ്റ്ലി 100%. Who is a non-resident എന്ന് ചോദിച്ചപ്പോൾ I had told you about the scope of income. ഒരു നോൺ റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ ഇൻകം അയാളുടെ സ്കോപ്പിൽ വരും. നോൺ റെസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അക്രൂഡ് ഓർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ് അയാളുടെ സ്കോപ്പിൽ വരുന്നത്.
അപ്പോൾ അങ്ങനെ അക്രൂഡ് ഓർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ഉള്ള ഇൻകം 4 ലക്ഷത്തിൽ കൂടുതലാണ്. അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ സാറിന്റെ അഭിപ്രായത്തിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോഴാണ് നമുക്ക് TDS ഉൾപ്പെടെയുള്ള കാര്യത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ അല്ലെ സാറിന്റെ നോളജ്? അതെ അതെ. ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ, അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. സാർ അതുപോലെ സാറിന് ഒരു 12 വർഷത്തെ ജേണിയില് സാറിന് ഇപ്പോ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ സാറ് പറഞ്ഞു ഒരുപാട് NRI കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോളൂ. എനിക്ക് സംശയം അക്രൂഡ് ഓൺ റിസീവ്ഡ് എന്ന് പറയുന്നില്ലേ ഇപ്പോ നോൺ റെസിഡൻഷ്യലിന്റെ കേസില്, അതിപ്പോ നമ്മൾ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് നമ്മുടെ നാട്ടില് ഇവിടുന്ന് അയക്കുന്ന ഫണ്ടിനാണോ അതോ നാട്ടില് നമ്മുടെ എന്തെങ്കിലും ബിസിനസ് നടത്തി അങ്ങനെ കിട്ടുന്ന ഫണ്ടാണോ ഉദ്ദേശിക്കുന്നത്? അക്രൂഡ് ഓർ റിസീവ്ഡിന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് ആക്ച്വലി പറയുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഫോറിൻ NRI അക്കൗണ്ടിൽ NRO അക്കൗണ്ടിലേക്ക് അയക്കുന്ന റിസീവ്ഡ് ആയിരിക്കും, അതാണ് ഡൗട്ട്? അതാണ് അത് അല്ല, കാരണം സെയിം പേഴ്സൺ അല്ല. നിങ്ങളുടെ തന്നെ NRI അക്കൗണ്ടിൽ നിന്നല്ല NROയിൽ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒന്നും കുഴപ്പമില്ല. എന്റെ അഭിപ്രായത്തിൽ അത് റിസീവ്ഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, കാരണം നമ്മൾ റിസീവ് ചെയ്യുന്ന പുറത്തല്ല. എന്റെ ഓൺ അക്കൗണ്ട് ആണെങ്കിൽ ഞാൻ ഫോറിൻ റിസീവ് ചെയ്ത് എന്റെ തന്നെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. മറ്റാർക്കെങ്കിലും വേറെ ആൾക്കാരുടെ നിന്നൊക്കെ ഫണ്ട് വാങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കാം, ചിലപ്പോ പ്രോബ്ലം വരാം. ഇതിന്റെ ഒരു ജെന്യൂനിറ്റി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം, അതാണ് അതിന്റെ ഫണ്ട് വരുന്നതിന്റെ ജെന്യൂനിറ്റി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? NRO അക്കൗണ്ടിലേക്ക് ആണെങ്കിൽ പോലും ഇപ്പൊ വേറൊരാൾ അയക്കുന്ന ഫണ്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ പ്രൂവ് ചെയ്യേണ്ടി. അതെ, നമുക്ക് അതായത് അക്രൂഡ് ഓർ റിസീവ്ഡ് ഔട്ട് ഇൻ ഇന്ത്യ അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് സാർ ഞാൻ ചോദിച്ചോണ്ടിരുന്നത്, സാറിന് ഒരു 12 വർഷത്തെ ജേണിയിൽ സാർ ഇപ്പോൾ ഒരുപാട് പ്രവാസികളുമായിട്ട് NRIസുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സാറിന് ഇത്രയും നാളത്തെ ജേണിയിൽ സാറ് കണ്ടിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും ഒരുപാട്. അപ്പൊ അതെന്താണെന്ന് കോമൺ മിസ്റ്റേക്ക് ഒരുപാട് ചെയ്തിട്ടില്ല, കാരണം അത്ര മിസ്റ്റേക്സ് അറിയാം. എന്നാലും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഒരു എക്സ്പേർട്ട് അസിസ്റ്റൻസ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നെ പോലെയുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ അല്ലെങ്കിൽ ടാക്സ് എക്സ്പേർട്സിനെ മീറ്റ് ചെയ്യാം. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ താഴെ പറയാൻ പോകുന്ന മിസ്റ്റേക്സ് ബിക്കോസ് ദേ വിൽ ടേക്ക് കെയർ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ല, ആരൊക്കെ ITR ഫയൽ ചെയ്യണം. അതിന് ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു ആക്ട് അനുസരിച്ച് ITR ഫയൽ ചെയ്യേണ്ട ആൾക്കാർ. അപ്പോൾ അത് ആക്ട് നോക്കാതെ തന്നെ, പ്രൊവിഷൻസ് നോക്കാതെ തന്നെ ഞാൻ ITR ഫയൽ ചെയ്യേണ്ട, ഞാൻ നോൺ റെസിഡന്റ് ആണ് എന്ന് അസ്യൂം ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക്. പിന്നെ സെക്കൻഡ് തിങ്, നമ്മൾ ആരൊക്കെ ITR ഫയൽ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില കേസസിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറേ നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പോൾ ITR ഫയൽ ചെയ്യാതെ അങ്ങനെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന ആൾക്കാരാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ TDS ക്ലെയിം ചെയ്യാനുണ്ടായിരുന്നു, ITR ഫയൽ ചെയ്തില്ല, ക്ലെയിം നഷ്ടപ്പെട്ടു TDSന്റെ, അതൊരു കേസ്. പിന്നെ കണ്ടിരിക്കുന്നത് കോമൺ ആയിട്ട് ഇപ്പോൾ റീസെന്റ് കാണുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സപ്പോസ് നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ എസ്പെഷ്യലി ഇന്ത്യയിലുള്ള സമയത്ത് എസ്പെഷ്യലി സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്യും. ഒരു 1 മിനിറ്റ് എടുക്കുന്ന പണി ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് ഒന്ന് വാലിഡേറ്റ് ചെയ്യാം. ഇൻകം ടാക്സ് പ്രൊഫൈലിൽ ബാങ്ക് വാലിഡേഷൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ അടിച്ചിട്ട് OTP അടിക്കണം. OTP അല്ല, സോറി, ബാങ്കിലേക്ക് നമ്മൾ വെരിഫൈ ചെയ്യാനായിട്ട് സെൻഡ് ചെയ്യണം. അപ്പോൾ ബാങ്ക് അത് ഡാറ്റാബേസ് ചെക്ക് ചെയ്തിട്ട് അത് വെരിഫൈഡ് ആയിട്ട് വരും, മൊബൈൽ നമ്പർ, ഇമെയിൽ ID. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ OTP ഒക്കെ പോകാൻ എളുപ്പമുണ്ടാവും. ITR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ OTP വേണമല്ലോ. അപ്പോൾ OTP സെൻഡ് ആവാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ എസ്പെഷ്യലി ഇപ്പോൾ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നമുക്ക് OTP സെൻഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ മൊബൈലിൽ റിസീവ് ചെയ്യാൻ ആധാർ OTP ഒക്കെ ചിലവർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ ഇമെയിൽ വേറെ ഓപ്ഷൻ ഇല്ല,
ബാങ്കുമായിട്ട് ലിങ്ക്ഡ് ആണ് ഇമെയിൽ ഉണ്ടെങ്കിൽ ഈ ബാങ്ക് വാലിഡേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അയക്കാം. അപ്പോൾ അത് നമുക്ക് കുറെ സമയം പോകുന്നുണ്ട്. ഇത് ITR ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് വെരിഫിക്കേഷൻ ഇല്ല, വെച്ച് വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എസ്പെഷ്യലി ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യും ഇമെയിൽ ID അവിടെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ടാണ്. പിന്നെയുള്ളത് ഇൻകറക്റ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാണിക്കാം ITR. ഞാൻ റെസിഡന്റ് ആണെങ്കിലും നോൺ റെസിഡന്റ് എന്ന് പറയാം. ഓർ അതർ വേ റൗണ്ട്. ഞാൻ നോൺ റെസിഡന്റ് ആണെങ്കിൽ അതർ വേ റൗണ്ട് ആണ് കൂടുതൽ. സോറി, നോൺ റെസിഡന്റ് ആണെങ്കിൽ റെസിഡന്റ് ആണെന്ന് പറയാം. അതെന്തിനാണ് ആൾക്കാർ പറയുന്നത്? കുറേ സെക്ഷൻസ് ഒക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒന്നെങ്കിൽ മനഃപൂർവ്വം ആവാം ഇത്, അതല്ലാന്നുണ്ടെങ്കിൽ ചില ബെനിഫിറ്റ്സ് റെസിഡൻസിനുള്ള ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് ഇന്ത്യയിലെ കമ്പനിയിൽ, അത് 20% സ്ലാബ് ഫ്ലാറ്റ് റേറ്റ് ആണ് നമ്മുടെ ഡിവിഡൻഡ് നോൺ റെസിഡൻസ്. ബട്ട് അവർക്ക് വേറെ ഇൻകം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ, 50,000 രൂപ ഡിവിഡൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് സ്ലാബ് റേറ്റ് കിട്ടിയതിൽ ടാക്സ് വരത്തില്ല. അപ്പോൾ ആ സ്ലാബ് റേറ്റ് ബെനിഫിറ്റ് റെസിഡൻസിന് മാത്രമാണ്, നോൺ റെസിഡൻസിന് ഫ്ലാറ്റ് റേറ്റ് ആണ്. അപ്പം അങ്ങനെ കിട്ടാൻ വേണ്ടി ചിലവർ ഇവൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുന്നതാണ് വേറൊരു മിസ്റ്റേക്ക്. അതിൽ വേറൊരു പണിയും വരാറുണ്ട്. നിങ്ങളൊരു നോൺ റെസിഡന്റ് ആണെന്ന് പറഞ്ഞ് റെസിഡന്റ് ആയിട്ട് ഫയൽ ചെയ്തെന്ന് വിചാരിച്ചു, അതായത് ITR 1 അല്ലെങ്കിൽ 4 ഫയൽ ചെയ്ത്. നമുക്ക് ഇൻഡിവിജ്വൽസിന് 4 ITR ആണുള്ളത്, ITR 1, 2, 3, 4. അതിൽ ITR 1 and 4 റെസിഡൻസിന് മാത്രമുള്ളത്. 2 and 3 ആണ് ശരിക്കും നോൺ റെസിഡൻസ് ഫയൽ ചെയ്തത്. അപ്പോൾ കുറേ പേര് ITR 1 ഫയൽ ചെയ്തു, അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ്. അപ്പോൾ അതിൽ പറ്റുന്നുണ്ടോ ഞാൻ റെസിഡന്റ് ആണെന്ന് പറയുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അതിൻ്റെ പുറകിൽ വേറെ പണി വരുന്നുണ്ട്. കാരണം റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോറിൻ അസറ്റ് ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടോ ഷെയർസോ അല്ലെങ്കിൽ എനി സോർട്ട് ഓഫ് അസറ്റ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് അബ്രോഡ് ഉണ്ടെങ്കിൽ അവർ ഷെഡ്യൂൾ FA എന്ന് പറഞ്ഞൊരു ഷെഡ്യൂൾ ഫില്ല് ചെയ്യണം ITR. അതൊരു ഭയങ്കര റിഗറസ് ആയിട്ടുള്ള ഭയങ്കര ഒരുപാട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട ഒരു സാധനമാണ്. അത് ഫില്ലും ചെയ്യത്തില്ല ഇവർ. ഞാൻ റെസിഡന്റ് ആണ് എന്ന് കാണിച്ചു, എനിക്ക് ഫോറിൻ അസറ്റ്സ് ഉണ്ട്, ഞാൻ ആക്ച്വലി നോൺ റെസിഡന്റ് ആണ്, ITR ഞാൻ റെസിഡന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഷെഡ്യൂൾ FA ഞാൻ എൻ്റെ ഫോറിൻ അസറ്റ്സ് കാണിക്കണം. അത് കാണിച്ചില്ലെങ്കിൽ അതും പണി വരും. കാരണം ഇപ്പോൾ ഒരു FAIU എന്ന് പറഞ്ഞു, ഫോറിൻ അസറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വിങ് തുടങ്ങിയിട്ടുണ്ട് 2018 കഴിഞ്ഞിട്ട്. അവരിതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറേ പേർക്ക് ഇപ്പോൾ നോട്ടീസ് വരുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അത് അവരാണോ ട്രിഗർ ചെയ്തതെന്ന് അറിയില്ല. ബട്ട് അങ്ങനത്തെ കാര്യങ്ങൾ വന്നാൽ ഫോറിൻ അസറ്റ്സിനെ കുറിച്ച് ചോദിച്ചൊക്കെ നോട്ടീസ് വന്നാൽ സാധാരണ നോട്ടീസ് വരുന്ന പോലെ വരും. അത് വന്നാൽ ഇതിന്റെ ട്രിഗർ ചെയ്തായിരിക്കും. അപ്പോൾ ITR 1 ഫയൽ ചെയ്യുന്ന ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ കണ്ടെത്തുന്നത് കുറച്ച് കേസസിൽ. പിന്നെ ഫോറിൻ അസറ്റ്സ് കാണിക്കാതിരിക്കാതെ ഞാൻ പറഞ്ഞു. പിന്നെ പാൻ ഇനോപ്പറേറ്റ് ആയി പോകുന്ന കേസുണ്ട്, ഇനോപ്പറേറ്റീവ് ആയി പോകുന്ന കേസുണ്ട്. നമുക്ക് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് പാനും ആധാറും ലിങ്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇനോപ്പറേറ്റീവ് ആവും. പാൻ ഇനോപ്പറേറ്റീവ് ആയി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് റീഫണ്ട് കിട്ടില്ല, TDS ഹയർ റേറ്റ് പിടിക്കണം, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ കുറേ പേർക്ക് പാൻ ശരിക്കും നോൺ റെസിഡൻസിന് പാൻ ലിങ്കിങ് മാൻഡേറ്ററി അല്ല. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അറിയില്ല ഞാൻ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ. ഞാൻ ഫോറിനിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നില്ല ഇൻകം ടാക്സിന്റെ ഭാഗത്തേക്ക്. അപ്പോൾ ദേ ഹാവ് നോ ഐഡിയ റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്. അപ്പോൾ ഇൻ കേസ് ഞാൻ നോൺ റെസിഡന്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ITR ഫയൽ ചെയ്യണം, അല്ലെങ്കിൽ അവരെ അറിയിക്കണം. അവർക്ക് റിട്ടേൺ ആയിട്ട് മെയിൽ അറിയിച്ചാലും വന്നു നമ്മുടെ അസിസ്റ്റന്റ് ഓഫീസർ, അയാളത് നോൺ റെസിഡന്റ് ആയിട്ട് മാർക്ക് ചെയ്യും. പക്ഷെ നോൺ റെസിഡന്റ് ആയിട്ട് മാർക്ക് ചെയ്യാത്ത എടുത്തോളം നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇനോപ്പറേറ്റീവ് ആവും പാൻ. അത് വേറൊരു ഇഷ്യൂ കാണാറുണ്ട് ITR. പിന്നെ വേറൊരു ഇഷ്യൂ ഞാൻ പറഞ്ഞില്ലേ, ലേറ്റ് ഫയലിംഗ്. എനിക്കിപ്പോൾ ഷെയർ ട്രേഡിംഗ് ലോസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു, അത് റിട്ടേൺ ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്താലും ഡിലേ ആവും. പിന്നെ അഡീഷണൽ നമുക്ക് ലേറ്റ് ഫയലിങ്ങിന്റെ പെനാൽറ്റി ഇൻട്രസ്റ്റ് ഒക്കെ വരാം. അതും ഒരു കോമൺ ഇഷ്യൂ ആണ്, കോമൺ മിസ്റ്റേക്ക് ആണ്. ഓക്കെ സാർ, ഈ TDSഉം അതേപോലെ ഇൻകം ടാക്സ് ലയബിലിറ്റി ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണ്? അതാണ്, അതൊരു കോമൺ ഇഷ്യൂ ആണ്. ഭയങ്കര ഇപ്പൊ ലേമാനെ സംബന്ധിച്ചിടത്തോളം അവര് ജനറലി വിചാരിക്കുന്നത് എന്താ, എനിക്കിപ്പോ ഒരു ഇൻകം കിട്ടി, അതില് TDS പിടിച്ചു, ആൻഡ് ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ഇറ്റ്. പിന്നെ ഞാൻ ITR ഫയൽ ചെയ്യണ്ട എന്നാണ് ഒരു കണ്ടസ്റ്റന്റ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ TDS ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ യു ആർ മൈ എംപ്ലോയി, ധനേശന്റെ എംപ്ലോയി ആണ് ഞാൻ. നിങ്ങളൊരു ഓഫീസ് ട്രിപ്പിലേക്ക് അയക്കും, ഒഫീഷ്യൽ ട്രിപ്പിലേക്ക് അയക്കും. അതിന് പോകുന്നതിന് മുമ്പ് ഞാനൊരു 1 lakh rupees നിങ്ങൾക്ക് അഡ്വാൻസ് തന്നു ഫോർ കവറിങ് യുവർ എക്സ്പെൻസസ്.
നിങ്ങൾ പോയിട്ട് ഒരു 70,000 ആയി നിങ്ങളുടെ എക്സ്പെൻസ് ആക്ച്വലി. എന്നിട്ട് യു ആർ റിട്ടേണിങ് ടു മീ ആൻഡ് സബ്മിറ്റിംഗ് ദ ട്രാവൽ ക്ലെയിം. എൻ്റെ അടുത്ത് സെറ്റിൽ ചെയ്യാനായിട്ട് വരും. സെറ്റിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ 70,000 ആണ് നിങ്ങൾ ഇൻകർ ചെയ്ത എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റീഫണ്ട് 30,000 ടു മീ. മനസ്സിലായോ? സിമിലർലി ഓൺ ദ അതർ ഹാൻഡ് ഇപ്പോൾ ഒരു 1.2 lakhs ആയി നിങ്ങളുടെ എക്സ്പെൻസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു 20,000 അങ്ങോട്ട് തരാം. ആ സിമിലർ മെക്കാനിസമാണ് നമുക്ക് TDS ഇൻകം ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഒരാൾ പേയ്മെന്റ് തരുന്നു, ആ സമയത്ത് നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ് ബേസിസിൽ ഗവൺമെന്റ് ഇപ്പോൾ റേറ്റ്സ് പറഞ്ഞിട്ടില്ല, അപ്രോക്സിമേറ്റ് ബേസിസിലാണ് നമ്മുടെ ടാക്സ് ഡിഡക്റ്റ് ആവുന്നത്. അതിൽ നിന്ന് നമ്മുടെ പേ ചെയ്യുന്ന ആൾ ഡിഡക്ട് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കും ഓൺ മൈ ബിഹാഫ്. ബട്ട് എൻ്റെ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ അത് ഞാൻ ഡിക്ലെയർ ചെയ്യണം. ITR ഫയൽ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സ്കോപ്പ് ഓഫ് ഇൻകം നോക്കിയിട്ട് എന്തൊക്കെ വരും എന്നുള്ള ചെക്ക് ചെയ്യും. എൻ്റെ സ്കോപ്പ് അതനുസരിച്ച് സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്തിട്ട് എന്താണോ അതിൻ്റെ ടാക്സ് വരുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി വരുന്നത്. അപ്പോൾ ചില കേസിൽ എന്ത് പറ്റും, നമ്മുടെ TDS ആൾക്കാരും എല്ലാവരും കൂടെ ഒരാളായിരിക്കില്ല നമ്മുടെ TDS, ബാങ്ക് പിടിച്ചിട്ടുണ്ടാവും, പിന്നെ ഡിവിഡൻഡ് കൊടുത്തപ്പോൾ കമ്പനീസ് പിടിച്ചിട്ടുണ്ടാവും, ലോട്ട് ഓഫ് പീപ്പിൾ വുഡ് ഹാവ് ഡിഡക്റ്റഡ്. ഇപ്പോൾ നമ്മുടെ എംപ്ലോയർ ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവും, ഇന്ത്യയിലാണെങ്കിൽ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര TDS വന്നു നമ്മുടെ പാൻ്റെ അഗേൻസ്റ്റ് അവർ പാൻ വേഴ്സസ് നമ്മുടെ സ്ലാബ് റേറ്റ് നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നമ്മൾ സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്തിട്ട് അറൈവൽ ഇൻകം ടാക്സ് അതിലേതാണ് വിച്ച് ഇസ് മോർ അതനുസരിച്ച് റീഫണ്ടോ അല്ലെങ്കിൽ പേബിളോ വരുന്നത്. അപ്പോൾ എൻ്റെ ടാക്സ് ലയബിലിറ്റി കൂടുതലാണെങ്കിൽ ഞാൻ ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. അപ്പൊ TDS പിടിച്ചു എന്നത് കൊണ്ട് നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാതിരിക്കാൻ ഒരു ഗവൺമെന്റിലേക്ക് പോകുന്ന ഒരു അഡ്വാൻസ് പേയ്മെന്റ് മാത്രമാണ് ഓഫ് അവർ ടാക്സ്. ഓക്കെ സാർ, നമ്മുടെ ഈ സെക്ഷന്റെ ഒരു മെയിൻ ഉദ്ദേശം തന്നെ ശരിക്കും മ്യൂച്വൽ ഫണ്ട് TDS ആയിരുന്നു. അപ്പൊ അതിലേക്ക് ആളുകൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് മ്യൂച്വൽ ഫണ്ട് റിഡീം ചെയ്യുന്ന സമയത്ത് നമുക്ക് TDS ഉണ്ട്, അത് 12.5% ലോങ് ടൈം, അതുപോലെ ഷോർട്ട് ടൈമിലേക്ക് 20% ആണ്. അതിപ്പോൾ റിഡീം ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സെപ്ഷൻ വന്നിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ത്രൂ സെവറൽ മീഡിയാസ്. സോ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്, അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രാജ്യങ്ങളുള്ളവർക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാം? ഓക്കെ, ഞാൻ സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിത് 3 സെക്ഷനായിട്ട് അപ്രോച്ച് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടിക്കലി നമുക്കൊരു റീഫണ്ട് കിട്ടാൻ പോസിബിൾ ആണ്. കാരണം ഞാൻ തന്നെ ഫയൽ ചെയ്ത് റീഫണ്ട് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് കേസസ് ഉണ്ട്. മെയിനായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത് ഒരു ഒമാനിലുള്ള ഒരാളുടെയാണ്, പുള്ളിക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് തിങ്, ഈ പറയുന്ന കാര്യത്തിൽ, അതായത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു, ഫസ്റ്റ് സ്കോപ്പ് ഓഫ് ഇൻകത്തിൽ അക്രൂഡ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ടാക്സബിൾ ആണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അക്രൂഡിന്റെ ഡെഫിനിഷനിൽ ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ഇറ്റ് ഇസ് എ ക്യാപിറ്റൽ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് നോക്കുകയാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. ആരുടെ കയ്യിലാണെങ്കിലും, റെസിഡന്റ് ആണെങ്കിലും നോൺ റെസിഡന്റ് ആണെങ്കിലും ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോൾ പിക്ചറിൽ വരുന്ന കാര്യമാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ്. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ബേസിക്കലി നമ്മുടെ ടാക്സിങ് ഒരു പ്രിൻസിപ്പിൾ നോക്കുമ്പോൾ 2 കാര്യമുണ്ട്. ഒരാളുടെ റെസിഡൻസും പിന്നെ സോഴ്സ് ഓഫ് ഇൻകം. അതായത് ഒരാൾ ഒരു കൺട്രിയിൽ, അതായത് 2 കൺട്രീസ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കേസിൽ UAE താമസിക്കുന്ന ഒരാൾ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു ആൻഡ് ഹീസ് റിഡീമിങ് ഇറ്റ്. അപ്പോൾ ഇന്ത്യയും UAE തമ്മിലൊരു ഗുസ്തി പിടിക്കുകയാണെങ്കിൽ എന്ത് പറയും? ഇന്ത്യ പറയും ക്യാപിറ്റൽ അസറ്റ് വാസ് സിറ്റുവേറ്റഡ് ഹിയർ, സോ വി ഹാവ് ദ റൈറ്റ് ടു ടാക്സ് എന്ന് ഇന്ത്യ പറയും. UAE പറയും നോ, ഹീസ് എ റെസിഡന്റ് ഇൻ അവർ കൺട്രി, സോ വി വോണ്ട് ടു ടാക്സ് എന്ന് പറയും. ഈ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എവിടെ ടാക്സ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സെൻറ്റർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ്. അപ്പോൾ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റിൽ ഓരോ ഇൻകം എടുത്തിട്ട് അവർ പറയും, ഇപ്പോൾ ഇമോബിൾ പ്രോപ്പർട്ടി നിങ്ങൾ സെല് ചെയ്ത് അത് എവിടെ ടാക്സ് ചെയ്യണം എന്നുള്ള ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റിൽ പറയും. ഇത് SSCനെ സംബന്ധിച്ചിടത്തോളം മാൻഡേറ്ററി അല്ല. എനിക്ക് വേണമെങ്കിൽ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് ഇഗ്നോർ ചെയ്തിട്ട് ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ടിന്റെ പ്രൊവിഷൻസ് വെച്ച് മാത്രം പോകും.
എനിക്ക് ബെനിഫിഷ്യൽ ആണെങ്കിൽ മാത്രം ഞാൻ ഡബിൾ ടാക്സേഷൻ എവിഡൻസ് അഗ്രിമെന്റ് നോക്കിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഞാനിപ്പോൾ യു എയുടെ എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ വീഡിയോസിൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് പോകുന്ന യു എയുടെ അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കിയേക്കണം, അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. കാരണം ഒരു കേസിലുണ്ട്, ഒരു കെ ഇ ഫൈസൽ എന്ന് പറഞ്ഞൊരു ഇൻകം ടാക്സ് അപ്പീലേറ്റ് ട്രൈബ്യൂണലിന്റെ കേസിലുണ്ട്. അതിൽ യു എ പ്രസിഡന്റ് ആണ് പുള്ളി. അപ്പോൾ മോസ്റ്റ്ലി യു എ ആണ് കേൾക്കുന്നത്. അപ്പോൾ ഇന്ത്യ യു എ ഡബിൾ ടാക്സേഷൻ എവിഡൻസ് അഗ്രിമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്കിത് ചെക്ക് ചെയ്യണമെങ്കിൽ യു ക്യാൻ ചെക്ക് ഇറ്റ് ഓൺ യുവർ ഓൺ. ഇൻകം ടാക്സ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയും ഏത് കൺട്രി ആയിട്ടുള്ള ഡബിൾ ടാക്സേഷൻ എവിഡൻസ് അഗ്രിമെന്റ് നോക്കാൻ പറ്റും. ഓൾമോസ്റ്റ് 90+ കൺട്രീസുമായിട്ട് ഇന്ത്യ എൻ്റർ ചെയ്തിട്ടുണ്ട് ഡബിൾ ടാക്സേഷൻ എവിഡൻസ് അഗ്രിമെന്റ്. അപ്പോൾ ഏത് കൺട്രി ആയിട്ടുള്ള നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ജസ്റ്റ് ഗോ ടു ഇൻകം ടാക്സ് സൈറ്റ്, ടേക്ക് ഡബിൾ ടാക്സേഷൻ എവിഡൻസ് അഗ്രിമെന്റ്, കൺട്രോൾ എഫ് അടിക്കുക, ഫൈൻഡ്, എന്നിട്ട് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഒരു ക്ലോസിൽ ചെന്ന് നിൽക്കും. അപ്പോൾ ഇന്ത്യ യു എ ഡബിൾ ടാക്സേഷൻ എവിഡൻസ് അഗ്രിമെന്റ് ആദ്യം പറയുന്നത് ഇമൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ, ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാവാൻ പറയുന്നത്, ഒരു 5 ക്ലോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഇമൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ എവിടെ ടാക്സ് ചെയ്യും, സെക്കൻഡ് മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ എവിടെ ടാക്സ് ചെയ്യും, തേർഡ് ഷെയർസ് ഓഫ് എ കമ്പനി വിച്ച് ഹാസ് of which the underlying assets are in different country. അപ്പോൾ ഇന്ത്യയിലെ ഒരു കമ്പനിയാണ്, പക്ഷേ എൻ്റെ അണ്ടർലൈങ് അസറ്റ്സ് കൂടുതലും യു എയിലുള്ളതാണ്. അപ്പോൾ യു എക്ക് അവിടെ ഒരു ഇൻട്രസ്റ്റ് വരും, ഇന്ത്യൻ കമ്പനിയാണ്, അങ്ങനെയാണെങ്കിൽ എവിടെ ടാക്സ് ചെയ്യും. ഫോർത്ത് ക്ലോസ് പറയുന്നത് അതർ ഷെയർസ്, അതായത് അല്ലാതെയുള്ള ഷെയർസ് എവിടെ ടാക്സ് ചെയ്യും എന്ന് പറയുന്നത്. പിന്നെ ഒരു 5th ക്ലോസ് വരുന്നുണ്ട്. ആ 5th ക്ലോസിലാണ് എനി അതർ അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5th ക്ലോസ് ഇന്ത്യ ട്രീറ്റിയിൽ നോക്കുമ്പോഴത്തേക്ക് 5th ക്ലോസ് വെച്ചിട്ടാണ് ഇവർ മ്യൂച്വൽ ഫണ്ട് ടാക്സബിൾ അല്ല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല, എനി അതർ അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് 4 കാറ്റഗറിയില്ലേ, മൂവബിൾ പ്രോപ്പർട്ടി അല്ല, ഇമൂവബിൾ പ്രോപ്പർട്ടി അല്ല, ഷെയർസ് അല്ല എന്നൊക്കെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എനി അതർ അസറ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ we will be able to tell that mutual funds fall under any other asset. Any other asset ആണെങ്കിൽ ആ ഡബിൾ ടാക്സേഷൻ ട്രീറ്റിയിൽ പറയുന്നത് ഇറ്റ് ഇസ് ടാക്സബിൾ ഇൻ ദ കൺട്രി ഇൻ വിച്ച് ദ സെല്ലർ ഇസ് ദ റെസിഡന്റ്. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നു, നിങ്ങൾ യു എ റെസിഡന്റ് ആണെന്ന് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ യു എയിലാണ് എനി അതർ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആകുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ വെച്ചിട്ടാണ്, അതാണ് ഞാൻ പറഞ്ഞത് എസ് സബ്ജക്റ്റ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞത്. മ്യൂച്വൽ ഫണ്ട് എവിടെയാണ് ടാക്സ് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല, എനി അതർ അസറ്റ് എവിടെയാണ് ടാക്സ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എനി അതർ അസറ്റ് ആണെങ്കിൽ നമുക്ക് യു എയിൽ ടാക്സ് ചെയ്യും. അപ്പോൾ ആ ഇന്റർപ്രിട്ടേഷന് ഫേവർ ചെയ്യുന്ന കേസ് ലോസ് ഉണ്ട്. അതാണ് തേർഡ് വൺ, ആർ ദർ കേസ് ലോസ് ഫേവറിങ് സച്ച് ഇന്റർപ്രിട്ടേഷൻ. അതായത് ഈ മ്യൂച്വൽ ഫണ്ട് എനി അതർ അസറ്റിൽ പെടും എന്ന് എടുക്കാം, അതിലിട്ട് കൺസിഡർ ചെയ്യാം എന്ന് പറയുന്ന കേസ് ലോസ് ഉണ്ട് 2. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ആൾക്കാർ സോഷ്യൽ മീഡിയയിലേക്ക് വീഡിയോസ് ഒക്കെ ഇടുന്നത്. അപ്പോൾ അവർ പറയുന്നത് കറക്റ്റാണ്. ആക്ച്വലി ഇത് നമുക്ക് ടാക്സ് അടക്കേണ്ട കാര്യമില്ല. ഇത് മ്യൂച്വൽ ഫണ്ട് ക്യാപിറ്റൽ ഗെയിൻ ഇസ് ടാക്സബിൾ ഇൻ യു എ. ഇന്ത്യ യു എ ട്രീറ്റിയിൽ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ യു എയിൽ ട്രീറ്റ് ചെയ്യാം. യു എയിൽ ഇൻകം ടാക്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടാക്സ് അടക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ ടാക്സ് സ്കോപ്പിൽ വരാത്തതുകൊണ്ട് ടാക്സ് അടക്കണ്ട. യു എയിൽ സ്കോപ്പിൽ വരുന്നുണ്ട്, ബട്ട് യു എയിൽ ടാക്സ് റേറ്റ് 0 അല്ലേ, അങ്ങനെയാണ് അത് 0 ആയിട്ട് വരുന്നത്. പക്ഷെ ഒരു ചെറിയൊരു ക്ലോസ്, ഒരു ചെറിയൊരു ഇത് ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞതാണ്. ഞാൻ ഈ പറഞ്ഞില്ലേ, ഫസ്റ്റ് 4 കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഐ മീൻ റെസിഡുവൽ ക്ലോസ്, അതായത് അതർ അസറ്റ്സ് എന്ന് പറഞ്ഞ് ഇതിൽ വരുവാണെങ്കിൽ മാത്രമാണ് ഇത് വരുന്നത്. ഈ 4th പോയിന്റ് ഇല്ലേ നമ്മുടെ ഇന്ത്യ യു എ ട്രീറ്റില്ല, അതിൽ പറയുന്നത് ഷെയർസ് ഓഫ് കമ്പനി. നമ്മളൊരു ഷെയർ വിൽക്കുവാണെങ്കിൽ ആ കമ്പനി എവിടെയാണ്, ഏത് കൺട്രിയിലുള്ളതാണ്, ആ കൺട്രിയിലേക്ക് ടാക്സ് അപ്ലിക്കും. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ശരിക്കും ഇറ്റ് റെപ്രസെന്റ്സ് ഫ്രാക്ഷണൽ ഓണർഷിപ്പ് ഓഫ് എ കമ്പനി. അപ്പോൾ ഒരാൾ ഒരു ഇതിൽ ഞാൻ സെഷനിൽ അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞത്, ഈ OECD എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ ബോഡി ഉണ്ട്, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അങ്ങനെ എന്താ അതിൻ്റെ നമ്മുടെ UN പോലെ. അവരുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച് ഈ ഇതിന്റെ ഷെയർസ് ഐ മീൻ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് അത് ഷെയർസിന്റെ ഈക്വൽ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4th ക്ലോസിൽ പോകും. 4th ക്ലോസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലായിരിക്കും ടാക്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു എഗെയിൻസ്റ്റ് ഒരു ചെറിയൊരു ന്യൂസ് മാത്രം കേട്ടിട്ട്
എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഞാനാണെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആവശ്യമില്ലാതെ ഒരു രൂപ പോലും ടാക്സ് അടയ്ക്കാൻ ഒരാൾക്കും സമ്മതിക്കാറില്ല നമ്മുടെ ക്ലയൻസിന്. അപ്പോൾ ഇതിൽ ഇന്ത്യയിൽ ടാക്സ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ബട്ട് ഇങ്ങനെ ഒരു ക്ലോസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന റീഫണ്ട് ഇല്ലേ, ദാറ്റ് യു പാർക്ക് ഇറ്റ് സംവെയർ സേഫ്ലി. മേ ബി ആക്ച്വലി ധനേഷ് ഇറ്റ് സെൽഫ് ക്യാൻ ഹെൽപ്പ് യു. ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിലോ എന്തെങ്കിലും മാറ്റിയിടുക. നാളെ സപ്പോസ് ഇതിപ്പോൾ 8 years വരെയൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ കേസ് റീ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവരെ അതിനിടയ്ക്ക് അവരെങ്ങാനും ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ എടുത്ത് അവരിതിനെക്കുറിച്ച് അപ്പീലിനൊന്നും പോയിട്ടില്ല. എന്തെങ്കിലും അപ്പീലിന് പോകും, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ദാറ്റ് ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ എന്ന് വരുവാണെങ്കിൽ ആ സമയത്ത് ഈ പൈസ എടുത്തിട്ട് ടാക്സ് ലയബിലിറ്റി അടയ്ക്കുക. നമുക്ക് റീഫണ്ട് കിട്ടുന്ന മേടിച്ചു കിട്ടും എൻ്റെ അഭിപ്രായത്തിൽ. സാറേ, അപ്പൊ ഈ വീഡിയോസിൽ പറയുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടൊരു പ്രൊസീജിയർ അല്ല അല്ലേ? നമുക്ക് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ റീഫണ്ട് കിട്ടാനുള്ള പ്രൊസീജിയർ ആണ് ചോദിക്കുന്നത്. അതെ അതെ അതെ. റീഫണ്ട് കിട്ടാനായിട്ട് നമുക്ക് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് മാൻഡേറ്ററി ആണ്. നമ്മുടെ ആക്ടിൽ പറയുന്നുണ്ട് ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റിന്റെ ബെനിഫിറ്റ് എടുക്കണമെങ്കിൽ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്. ഇത് ഒരു ബെനിഫിറ്റ് ആണ്. നമ്മൾ ആ ഒരു ടാക്സ് റെസിഡൻസ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റിന്റെ ആ ഒരു ക്ലോസ് വെച്ചിട്ടുള്ള ടാക്സേഷൻ അല്ലേ നമ്മൾ എടുക്കുന്നത്. അത് കിട്ടണമെങ്കിൽ സാറേ എന്തെങ്കിലും മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ? റെസിഡൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ എവിടെയാണോ റെസിഡന്റ്, ഇപ്പോൾ നിങ്ങൾ UAE റെസിഡന്റ് ആണെങ്കിൽ UAE അവിടുത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, അവിടെ എന്താ ഫെഡറൽ ടാക്സ് അതോറിറ്റി അങ്ങനെ എന്തോ അല്ലേ? അതെ 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 അതെ. അങ്ങനെയാണെങ്കിൽ അവിടെ അപ്രോച്ച് ചെയ്യണം നിങ്ങൾ. അപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് ഫീസും ഒക്കെ ആയിട്ട് ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ ഡയറക്റ്റ്ലി ചെയ്തില്ല, നമ്മുടെ ഫ്രണ്ട്സ് ത്രൂ ചെയ്യുന്നതാണ്. അവർ UAE ബേസ്ഡ് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അവർക്ക് അറൗണ്ട് 10 ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ 40,000 അടുത്ത് കോസ്റ്റ് വന്നു ഇത് ഗവൺമെന്റ് ഫീസും എല്ലാം കൂടെ കിട്ടിട്ട്. അപ്പോൾ അത്രയും കോസ്റ്റ് വരും നമുക്ക്. അപ്പോൾ അത്രയെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഐ മീൻ അത്രയെങ്കിലും ടാക്സ് ഇൻവോൾവ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ റീഫണ്ട് എടുക്കുക, എടുത്തിട്ട് യു ക്യാൻ പാർക്ക് ഇറ്റ് സംവെയർ സേഫ്ലി. നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇൻകം ടാക്സ് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഓൾട്ടർനേറ്റ് ഇത് വരുവാണെങ്കിൽ, ഒരു ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഓൾട്ടർനേറ്റ് ഒരു ഇത് വരുവാണെങ്കിൽ എന്താ പറയാ, ഒന്നുകിൽ കേസിലോ എഗെയിൻസ്റ്റ് വരും, അതായത് ഇന്ത്യയിൽ ടാക്സബിൾ ആണെന്ന് പറഞ്ഞ കേസിൽ വരും, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ക്ലാരിഫിക്കേഷൻ ഇറക്കുന്നു ഇത് ടാക്സബിൾ ആണ്, ഇന്ത്യയിൽ ടാക്സ് അടക്കണം എന്ന് പറയണമെങ്കിൽ. ഇപ്പോൾ ഇത് ടാക്സ് വരുന്നില്ല. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് വായിച്ചതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പറയും ഇതിന് ടാക്സ്, അവിടെ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ടാക്സ് ചെയ്യണമെന്ന് പറയും. അതെ അതെ, ഇതുവരെ അങ്ങനെ പൊക്കോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ആ സമയത്ത് അടയ്ക്കാനായിട്ട് ഫണ്ട് എവിടെയെങ്കിലും സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാമെന്നാണ് എന്റെ ഒരു അഡ്വൈസ്. ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ TRC എടുക്കണം, ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് എടുക്കണം. അത് നമ്മൾ ഈ ബെനിഫിറ്റ് എടുക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്യണം. ഒരു 10F എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. ആ 10Fല് ഒരു ക്വസ്റ്റ്യനെയറോ ബേസിക്കലി 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസർ നമ്മുടെ TRCയിൽ ഉണ്ടെങ്കിൽ, ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 10F മാൻഡേറ്ററി അല്ല ആക്ച്വലി. TRC വെച്ച് തന്നെ നമുക്ക് സാർ ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഒരു 10 വർഷം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഒരുപക്ഷെ റെഡീം ചെയ്യുന്ന പല ആളുകളും ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് അവർ പാലിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ സർട്ടിഫിക്കറ്റ് നാട്ടിൽ ഫയൽ ചെയ്യുമ്പോൾ, ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ അവർ ആ 10 വർഷം പാലിക്കേണ്ട എന്തെങ്കിലും നിയമങ്ങളോ? അല്ലെങ്കിൽ ആ സമയത്ത് ഫോറിനിലായിരിക്കണം റെസിഡന്റ്, അല്ലെങ്കിൽ ട്രീറ്റ് ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല. പിന്നെ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ITR-ലും അത് ഡിസ്ക്ലോസ് ചെയ്യാം. നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അടുത്ത് പറയാൻ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, അതവിടെ ട്രീറ്റ് ബെനിഫിറ്റ് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ITR-ൽ കാണിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് കൗണ്ടഡ് ഇൻ യുവർ ഇൻകം, നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ സമയമേ ഈ നമ്മുടെ 1 hour ആണ് ഈ ഗൂഗിൾ മീറ്റിന്റെ പ്രോ വെർഷൻ അല്ലാത്തതുകൊണ്ട് ഇതിന്റെ പീരീഡ്. അപ്പോൾ ഇനി ഓൾമോസ്റ്റ് 1 minute ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കുറെ ഡൗട്ട്സ് ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പുതിയൊരു ലിങ്ക് ജനറേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കാം. ഒരു 1 minute കൂടെ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ചാറ്റിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ, ഞാൻ റാഷിഖാണ്. ചോദിച്ചോളൂ റാഷി ഭായി.
പിന്നെ എൻ്റെ ഇപ്പോൾ SBI അക്കൗണ്ട് ഉണ്ട്, NRI അക്കൗണ്ട്. അതിലോട്ട് ഇപ്പോൾ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ അങ്ങനെ കാണിക്കുന്നുണ്ട് സ്റ്റാറ്റസിൽ. അതെന്തുകൊണ്ടാണ്? ഞാൻ ഈ ഡോക്യുമെൻറ്റുകൾ വിസയും പാസ്പോർട്ടും ഡോക്യുമെൻ്റ് എല്ലാം നമ്മളെ SBI മുഖാന്തരം അവിടെ സബ്മിറ്റ് ചെയ്തു. സ്റ്റാറ്റസ് SBI അക്കൗണ്ടിന്റെ സ്റ്റാറ്റസ് ഒന്നും കൂടെ പറയാമോ? അതിൻ്റെ സ്റ്റാറ്റസ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് സ്റ്റാറ്റസിൽ. ആ ഓക്കെ. പക്ഷേ ഇതുപോലെ ഇവിടുത്തെ നമ്മളെ വിസ അതേപോലെ പാസ്പോർട്ട് എല്ലാം സ്കാൻ ചെയ്ത് വിട്ടതാണ് നമ്മളെ SBI ബ്രാഞ്ച് വഴി. സത്യം പറഞ്ഞ ബാങ്കിൽ തന്നെ ടേക്കപ്പ് ചെയ്യേണ്ടി വരും. അത് ബാങ്കിന്റെ വിഷയമാണ് റസീഖ് ഭായ്, ചിലപ്പോൾ KYC ഇഷ്യൂസ് ഒക്കെ ആവാം. ടാക്സുമായിട്ട് കണക്ഷൻ ഇല്ല അതിന്. ഓക്കെ, ഇല്ലല്ലേ? KYC ഇഷ്യൂ എന്നാണ് കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് KYC ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അവിടുത്തെ ചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ? അതെ. ഗുഡ് മോർണിംഗ് ധനേഷ്. ഒരു കാര്യം ഗുഡ് മോർണിംഗ് ദിവ്യ മാഡം, പറയൂ. നമ്മളിപ്പോ ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു പർട്ടിക്കുലർ പീരീഡിലേക്കാണല്ലോ ഇടുന്നത്. ഇപ്പൊ 5 years 10 years. അപ്പൊ ഇൻ കേസ് നമ്മളൊരു 5 year കഴിഞ്ഞ് ഇവിടെ നിർത്തിപ്പോയി, ഓക്കെ, അപ്പോഴും നമ്മുടെ NRI അക്കൗണ്ടിന്റെ സ്റ്റാറ്റസ് എത്ര നാളത്തേക്ക് ഉണ്ടാവും നമ്മളിപ്പോ കംപ്ലീറ്റ്ലി നിർത്തി പോവാണെങ്കിൽ? സാർ അതിനുത്തരം പറയാമോ? നമ്മുടെ ഇന്റൻഷൻ നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഫെമ അനുസരിച്ചാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരുന്നത്. നമ്മളിപ്പോ നാട്ടിൽ പോയിട്ട് 182 days ഇന്ത്യയിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ റെസിഡന്റ്. അപ്പൊ അതിനു മുമ്പ് റെഡീം ചെയ്യേണ്ടി വരും ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ സാർ? ഈ ഒരു അതെ ഫണ്ട് അല്ല, ഇത് NRI അക്കൗണ്ട് സ്റ്റാറ്റസും ഇൻകം ടാക്സ് സ്റ്റാറ്റസും രണ്ടും ഡിഫറെന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, NRI അക്കൗണ്ടിന്റെ സ്റ്റാറ്റസ് ഫെമ അനുസരിച്ചാണ് വരുന്നത്. ടാക്സേഷന് വേണ്ടിയിട്ട് ഇൻകം ടാക്സിന്റെ ഞാൻ പറഞ്ഞില്ലേ 2 കണ്ടീഷൻ, അത് നോക്കണം. അപ്പൊ നമ്മള് ഈ 5 വർഷത്തിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് റിഡീം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ബെസ്റ്റ്. റെസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ റിഡീം ചെയ്തിട്ട് നമുക്ക് NRI അക്കൗണ്ടിൽ ഇടാൻ പറ്റുമല്ലോ. പക്ഷെ ഈ 182 days കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി NRI സ്റ്റാറ്റസ് പോവല്ലോ. അപ്പോ നമ്മുടെ ഈ ടാക്സിന് എന്ത് സംഭവിക്കും? നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരുമോ? ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നിങ്ങൾ റെസിഡന്റ് ആയി കഴിഞ്ഞാൽ ഗ്ലോബൽ ഇൻകം ടാക്സ് ഇതടക്കം എല്ലാം ടാക്സ്. അപ്പൊ നമ്മൾ ഈ ഇത്രയും വർഷം നമ്മൾ അക്യൂർ ചെയ്ത പ്രോഫിറ്റിനൊക്കെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും അല്ലേ? ആക്ച്വലി ഈ ഷെയർസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് അത് നമ്മുടെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ചാണ്. അപ്പൊ നമ്മൾ എന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്തു എന്നുള്ള പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ നമ്മുടെ ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റ്, അതിന് മാത്രമാണ് അവർ ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു 1 crore ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ അത് ഒരു 2 years ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 1.5 crore ആവണം. ആ 50 lakhs അവർ ടാക്സ് ചാർജ് ചെയ്യുന്നില്ലല്ലോ. കാരണം ആ 50 lakhs നമ്മൾ വിൽക്കുമ്പോൾ എത്ര ഉണ്ടാവുമെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. മേ ബി 5 years കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ സെല് ചെയ്യുന്നത്. ആ സമയത്ത് ആ 1 crore 80 lakhs ആവും. അപ്പോൾ ഒരു ക്രിസ്റ്റലൈസ്ഡ്, അതായത് മെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റിന് മാത്രമാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. ക്രിസ്റ്റലൈസ്ഡ് എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മൾ സെല് ചെയ്യുമ്പോൾ എന്താണ് പ്രോഫിറ്റ്, ഇൻ ബിറ്റ്വീൻ പ്രോഫിറ്റ് എക്രൂ ആയിട്ടുണ്ടാവും. അതവർ മൈൻഡ് ചെയ്യാറില്ല. ഇൻകം ടാക്സ് എന്നല്ല, ഏത് ടാക്സേഷൻ, ഏത് കൺട്രിയിലെ ടാക്സേഷൻ ആണെങ്കിലും അങ്ങനെയാണ്. മാഡത്തിന് ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. മറ്റു ഡൗട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. മെസ്സേജ് അയച്ചാലും മതിയാവും. ഒരു ടെക്സ്റ്റ് ബോക്സിൽ ഇസ് മൈ NRI അക്കൗണ്ട്, ഇഫ് ഐ പുട്ട് 1 crore would tax come for me. നമ്മുടെ മെസ്സേജസിൽ പറഞ്ഞിട്ടാണല്ലോ. സുമിത മാഡം ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. എനിക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായില്ല. മൈ NRI അക്കൗണ്ട് ഇഫ് ഐ പുട്ട് 1 crore. NRI എന്ന് വെച്ചാൽ NR നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ ആണോ നോൺ റെസിഡന്റ് ഓർഡിനറി ആണോ?
എനിക്ക് തോന്നുന്നു സാറേ മാഡം ഉദ്ദേശിച്ച NRE അക്കൗണ്ടിൽ 1 crore കീപ്പ് ചെയ്താൽ അതിൽ ടാക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇല്ല, NRE അക്കൗണ്ടിൽ ടാക്സ് ഇല്ല. ഓക്കെ സാർ, ആർക്കും മറ്റു ഡൗട്ടുകളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ അവർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചോളൂ. ആ സമയം ഞാനത് ക്ലിയർ ചെയ്തോളാം. സാർ എന്തെങ്കിലും ഡൗട്ടുകളാണെങ്കിൽ ഞാൻ സാറിനോട് ചോദിച്ചിട്ട് ഇത് ക്ലിയർ ചെയ്യാം. ചോദിച്ചാൽ മതി, പറയാം. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം സാറേ. ഷുവർ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഉപയോഗപ്രദമായ ഒരു സെഷൻ ആയിരുന്നു എന്ന് കരുതുന്നു. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഒരു ടാക്സ് TDS എന്തായാലും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. TDS പിടിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് റീഫണ്ട് നമ്മുടെ റിഡീം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കിട്ടുക. പിന്നീട് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോഴാണ് ഇപ്പം നമ്മുടെ നിയമം അനുസരിച്ചിട്ട് നമുക്ക് ആ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത്. അതും സാറ് പറഞ്ഞ കുറച്ച് എക്സംഷൻസ് ഒക്കെ ഉണ്ട്, അത് പാലിക്കുമ്പോഴാണ് കിട്ടുന്നത്. അത്ര ഈസി അല്ല, നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെയുള്ള ഈസി ആയിട്ടൊരു കാര്യമല്ല, അതൊന്ന് മാത്രം മനസ്സിലാക്കുക. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാ ഇതേപോലെ സാറിനെ പോലുള്ള പ്രൊഫഷണൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ സമയത്ത് അത് ഉപയോഗപ്രദമാക്കി എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. സാർ രണ്ടുമൊക്കെ പറഞ്ഞോളൂ. ഐ ഹോപ്പ് നിങ്ങളുടെ നോളജിലേക്ക് എന്തെങ്കിലും അഡീഷണലി എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി എങ്കിൽ ഐ ഹോപ്പ് ഐ ഹവ് ഡൺ ജസ്റ്റിസ്. ഇൻകം ടാക്സ് ഒരു ഭയങ്കര വൈഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, ശരിക്കും ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റുമാണ്. ഞാൻ മാക്സിമം സിമ്പിൾ ആക്കിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഞാൻ പറഞ്ഞില്ല, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലൊക്കെ ഒരു റെസിഡന്റ് നോട്ട് റെസിഡന്റ് എന്നൊക്കെ പറഞ്ഞില്ല. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എനിക്ക് ടേക്ക് അവേ ഒന്നും ഉണ്ടാവില്ല. ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അവസാനം കൺഫ്യൂഷൻ മാത്രമേ. മാക്സിമം സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോളജിലേക്ക്, അതേപോലെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ആകും. അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ടൂള് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് കൊണ്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ ഐ ബിലീവ് മൈ സെഷൻ ഈസ് ഫ്രൂട്ട്ഫുൾ. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. 1-2 ഡൗട്ട്സ് ഉണ്ട്, ഞാനത് സാറിനോട് പേഴ്സണലി ചോദിച്ചിട്ട് ഞാൻ അത് ക്ലിയർ ചെയ്തോളാം. ഓക്കെ ഷുവർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എവരിവൺ. താങ്ക് യു.